This conversation takes place in a market between Gary, the market manager, and Ravi, a local musician seeking permission to perform in the market. The dialogue begins now. Good afternoon. I am Gary. How can I help you today? നമസ്കാരം, ഞാൻ ഗാരി. താങ്കളെ ഞാനിന്ന് എങ്ങനെയാണ് സഹായിക്കേണ്ടത്? നമസ്കാരം. ഞാനൊരു സംഗീതജ്ഞനാണ്. സാധ്യമെങ്കിൽ അങ്ങാടിയിലെ തെരുവുകളിൽ പ്രകടനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. Hi, I am a musician. If possible, I'd like to perform on the streets in the market. അപ്പൊ ഇതിനകത്തെ ഈ സംഗീതജ്ഞനാണ് എന്നൊരു വാക്ക് അവർ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ നോക്ക്, മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാക്ക് കണ്ടാൽ, അഥവാ നിങ്ങൾ മലയാളം ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇപ്പൊ ഈ ഒരു വാക്ക് ഫ്രീക്വന്റ്ലി ഡയലോഗിൽ മാറി മാറി വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞ് നെക്സ്റ്റ് പോകുന്നതിന് മുന്നേ നിങ്ങൾ നോട്ടിലേക്ക് ഈ വാക്ക് എഴുതി വെക്കും. ഓക്കെ, സംഗീതജ്ഞൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മലയാളം ഓൾറെഡി അറിയുന്നവർക്ക് ഇതൊരു ബേസിക് ഇൻഫർമേഷൻ ആയിരിക്കും. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ കണ്ടാൽ നിങ്ങൾ എഴുതി വെക്കുക. ഗിവൺ ഓൾറെഡി പറഞ്ഞല്ലോ, ദിസ് കോൺവെർസേഷൻ ഇസ് അബൌട്ട് എന്തോ ഒരു മ്യൂസിഷ്യന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഫ്രീക്വന്റ്ലി വരാൻ സാധ്യതയുള്ള മലയാളം വാക്കുകൾ മലയാളി പറയുമ്പോൾ അപ്പൊ തന്നെ അങ്ങ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾ ആ വാക്ക് തന്നെ പറയുന്നു എന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. We welcome musicians on the weekend. Our customers like live music, especially in eateries. Tell me in detail about your show. വാരാന്ത്യങ്ങളിലാണ് ഞങ്ങൾ സംഗീതജ്ഞരെ സ്വാഗതം ചെയ്യാറ്. ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് തത്സമയ സംഗീതം ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഭക്ഷണശാലകളിൽ. താങ്കളുടെ പരിപാടിയെ കുറിച്ചൊന്ന് വിശദമായി പറയാമോ? ഞാൻ ഗിറ്റാർ വായിക്കുകയും ധാരാളം പാട്ടുകൾ പാടുകയും ചെയ്യും. ഇംഗ്ലീഷ് കൂടാതെ 5-ൽ പരം ഇന്ത്യൻ ഭാഷകളിലെ പാട്ടുകളും എനിക്ക് നന്നായി പാടാൻ സാധിക്കും. 10 വർഷമായി ഞാനിത് അവതരിപ്പിക്കുന്നതിനാൽ ആളുകൾക്കൊരു സംഗീത വിരുന്ന് തന്നെ ഒരുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. I play guitar and I sing songs. I can sing songs in over 5 Indian languages in addition to English. I've been performing for 10 years and I'm very much confident that I can provide your audience with a truly musical treat. We always look for entertainment that suits different ages and tastes. I think you will be perfect. Where have you performed so far? പലതരത്തിലുള്ള പ്രായക്കാർക്കും ഇഷ്ടങ്ങൾക്കും അനുയോജ്യമായ വിനോദം തന്നെയാണ് ഞങ്ങളും അന്വേഷിക്കുന്നത്. താങ്കൾ ഇതിനായി ഏറ്റവും മികച്ചതാവുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനു മുൻപ് എവിടെയെല്ലാം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്? ഇപ്പൊ നോക്കണേ, ഈ ഒരു ഡയലോഗ് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഓക്കെ. ഇതിലെ വാക്കുകൾ നിങ്ങൾ എഴുതിയെടുക്കുക. പിന്നെ ഇതിനകത്ത് എക്സാമിൽ വന്ന, ഇത് മലയാളം അല്ല കേട്ടോ, വേറൊരു എക്സാം ഡയലോഗിൽ വന്നതിന്റെ ബേസിലുള്ള ഡയലോഗാ. അപ്പൊ അതിനകത്ത് ഇത്രയും ഒത്തിരി വാക്കുകൾ ഒരുമിച്ച് ഉണ്ടാവില്ല. നമ്മളത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി കുറച്ച് എക്സ്ട്രാ വാക്ക് ആഡ് ചെയ്ത് അങ്ങനെയായിരിക്കും ഡയലോഗ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഡയലോഗ് പഠിക്കുന്നതിന് കൂടെ തന്നെ എഴുതിയെടുക്കുക വാക്കുകൾ. എക്സാമ്പിൾ ഇപ്പൊ പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങളുടെ പ്രകടനം എന്നൊക്കെയാണ്, കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. അത് മാത്രം ചെയ്യുക കേട്ടോ. ഞാൻ ഈ പട്ടണത്തിലെ 5-ൽ പരം പ്രമുഖ ഭക്ഷണശാലകളിൽ സ്ഥിരം പരിപാടി അവതരിപ്പിക്കാറുണ്ട്. ഈ ലഘുലേഖ നോക്കൂ. കൂടാതെ തിരക്കേറിയ തെരുവുകളിൽ എല്ലാ സംഗീതോപകരണങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികൾ നടത്തിയും എനിക്ക് പരിചയമുണ്ട്. I have performed at 5 major restaurants in this town. Please take a look at this brochure. Additionally, I am very much experienced in performing on busy streets with all musical equipments. That's very good, because organizing the event generally becomes a challenge when there are a lot of people. Previous experience will be useful. How is money collected after the event? വളരെ നല്ല കാര്യം. ഒരുപാട് ആള് കൂടുമ്പോഴുള്ള പരിപാടി നടത്തുന്നത് ഒരു വെല്ലുവിളിയായി പൊതുവെ തോന്നാറുണ്ട്. മുൻപരിചയം തീർച്ചയായും ഇക്കാര്യത്തിൽ ഉപകാരപ്പെടും. പരിപാടി കഴിഞ്ഞാൽ പണം എങ്ങനെയാണ് ശേഖരിക്കാറ്? സംഭാവനകൾക്കായി ഞാൻ എൻ്റെ ഗിറ്റാർ കേസ് തുറന്നു നൽകുകയാണ് ചെയ്യാറ്. കൂടാതെ പരിപാടികൾക്കിടയിൽ ഞാൻ എൻ്റെ പാട്ടുപുസ്തകവും വിൽക്കാറുണ്ട്. അതൊരു പ്രശ്നമാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. I opened my guitar case for donations. I also sell my songbook during the event. I hope that will not be a problem.
That's fine. It's common here to collect donations between programs. But we need to have an audition. Shall we do it next week? അത് പ്രശ്നമില്ല. പരിപാടികൾക്കിടയിൽ സംഭാവനകൾ വാങ്ങുന്നത് ഇവിടെ പതിവുള്ള കാര്യമാണ്. നമുക്കെന്നാൽ അടുത്തയാഴ്ച ഒരു ഓഡിഷൻ നടത്തിയാലോ? പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് എനിക്ക് ജോലിയുണ്ട്. താങ്കൾക്ക് സാധ്യമെങ്കിൽ രാവിലെ പറ്റുമോ? On weekdays, I work in the afternoon. If it's okay for you, can I come for the audition in the morning? Excellent. Please come to the market on Thursday morning. Looking forward to listen to your music. ഗംഭീരം. വ്യാഴാഴ്ച രാവിലെ അങ്ങാടിയിലേക്ക് വരൂ. താങ്കളുടെ പാട്ട് കേൾക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഓഡിഷൻ അവസരം തന്നതിന് ഒരുപാട് നന്ദി. ഈ പ്രകടനത്തിനായി ഞാൻ ശരിക്കും ആവേശവാനാണ്. End of dialogue. Thank you for giving me a chance for the audition. I'm really excited about this performance. അപ്പൊ നോക്കുക, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ദിസ് ഇസ് എ വെരി ഡിഫിക്കൾട്ട് ഡയലോഗ്. അപ്പൊ നിങ്ങൾ എത്രയും പ്രാക്ടീസ് ചെയ്തൊരു രീതി വെച്ചിട്ട് നിങ്ങളുടെ പെർഫോമൻസിന് ഇത് വെച്ച് ജഡ്ജ് ചെയ്യാനേ നിൽക്കേണ്ട. ഓർക്ക് ഇതിനകത്ത് എല്ലാ സെഗ്മെന്റുകളും ഏറെക്കുറെ ഈക്വലി ഡിഫിക്കൽട്ട് ആണ്. നാറ്റിയിൽ എപ്പോഴും 2 സെഗ്മെന്റുകളാണ് ബുദ്ധിമുട്ട് വരിക. ബാക്കിയുള്ളതിൽ 75 മുതൽ 80% വരെ ഈസിയും, പിന്നെയുള്ള കുറച്ചൊരു 1, 2, 3 സെഗ്മെന്റ് മീഡിയം ഡിഫിക്കൽട്ടി, അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലെ വൊക്കാബുലറി ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓരോ വാക്കും എഴുതിയെടുത്ത് പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക.